സംഖ്യാപുസ്തകം അധ്യായം 31. എന്നിട്ട് യഹോവ മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മിദ്യാന്യരോട് പ്രതികാരം നടത്തുക. അതിൻ്റെ ശേഷം നീ എൻ്റെ ജനത്തോട് ചേരും. അപ്പോൾ മോശ ജനത്തോട് സംസാരിച്ചു. മിദ്യാന്യരുടെ നേരെ പുറപ്പെട്ട് യഹോവയ്ക്ക് വേണ്ടി മിദ്യാനോട് പ്രതികാരം നടത്തേണ്ടതിന് നിങ്ങൾ നാളുകൾ യുദ്ധത്തിനൊരുങ്ങുകയും നിങ്ങൾ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിലും ഓരോന്നിന് 1000 പേരെ വീതം യുദ്ധത്തിന് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ സഹസ്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ 1000 പേർ വീതം 12000 പേരെ യുദ്ധസന്നദ്ധരായി വേർതിരിച്ചു. മോശ ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേർ വീതമുള്ളവരെയും പുരോഹിതനായ എലാസാറിന്റെ മകൻ ഫിനെഹാസിനെയും യുദ്ധത്തിന് അയച്ചു. അവൻ്റെ കൈവശം സമുദ്രത്തിലെ ഉപകരണങ്ങളും ഗംഭീരനാദ കാഹളങ്ങളും ഉണ്ടായിരുന്നു. മോശയെ കൽപ്പിച്ച പോലെ അവർ മിദ്യാനോട് യുദ്ധം ചെയ്ത് ആണുങ്ങളെയൊക്കെയും കൊന്നു. നെഹ്ദമാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാൻ രാജാക്കന്മാരായ ഏവി, രേഖം, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. ബെയോറിന്റെ മകനായ ബിലിയാമിനെ അവർ വാളുകൊണ്ട് കൊന്നു. ഇസ്രായേൽ മക്കൾ മിദ്യാന്റെ സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ബദരാക്കി അവരുടെ സകല വാഹന മൃഗങ്ങളെയും ആടുമാടുകളെയും അവരുടെ സമ്പത്തൊക്കെയും കൊള്ളയിട്ടു. അവർ പാർത്തിരുന്ന എല്ലാ പട്ടണങ്ങളും എല്ലാ പാളയങ്ങളും തീയിട്ട് ചുട്ടു കളഞ്ഞു. അവർ എല്ലാ കൊള്ളയും മനുഷ്യരും മൃഗങ്ങളുമായുള്ള അപഹൃതമൊക്കെയും എടുത്ത് വൃദ്ധന്മാരെ അപഹൃതത്തോടും കൊള്ളയോടും കൂടെ എരിഹോവിൻ്റെ സമീപത്ത് യോർദാനരികെയുള്ള മോവാബ് സമഭൂമിയിൽ പാളയത്തിലേക്ക് മോശയും പുരോഹിതനായ എലെയാസാറിനെ ഇസ്രായേൽ സഭയുടെ അടുക്കൽ കൊണ്ടുവന്നു. മോശയും പുരോഹിതൻ എലെയാസാറും സഭയുടെ സകല വകുപ്പന്മാരും പാളയത്തിന് പുറത്ത് അവരെ എതിരേറ്റി വന്നു. എന്നാൽ മോശ യുദ്ധത്തിൽ നിന്ന് വന്നിട്ടുള്ള സഹസ്രാധിപന്മാരും ശതാധിപന്മാരായ സൈന്യനായകന്മാരോട് കോപിച്ച് പറഞ്ഞാൽ, നിങ്ങൾ സ്ത്രീകളെ എല്ലാം ജീവനോട് വെച്ചിരിക്കുന്നു. ഇവരത്രേ പെയോറിന്റെ സംഗീതയെ ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാകുവാനും ഹേതുവായത്. ആകയാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ആണിനെയൊക്കെയും പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെയും കൊന്നുകൊള്ളുവിൻ. പുരുഷനോടുകൂടെ ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെ ജീവനോട് വെച്ചുകൊള്ളുവിൻ. നിങ്ങൾ 7 ദിവസം പാളയത്തിന് പുറത്ത് പാർക്കണം. ഒരുത്തിനെ കൊന്നവനും കൊല്ലപ്പെട്ടവനെ തൊട്ടവനുമല്ല 3-ാം ദിവസവും 7-ാം ദിവസവും തങ്ങളെയും തങ്ങളുടെ ബുദ്ധന്മാരെ ശുദ്ധീകരിക്കണം. സകല വസ്ത്രവും തോൽ കൊണ്ടുള്ള എല്ലാ കോപ്പും കോലാട്ടുരോമം കൊണ്ടുണ്ടാക്കിയതൊക്കെയും മരം കൊണ്ടുള്ള സകല സാധനവും ശുദ്ധീകരിപ്പിൻ. പുരോഹിതനായ എലെയാസാർ യുദ്ധത്തിന് പോയിരുന്ന യോദ്ധാക്കളോട് പറഞ്ഞത്, യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമാവത്. പൊന്ന്, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, വെള്ളിയും കാരിയും മുതലായി തീയിൽ നശിപ്പോകാത്ത സാധനമൊക്കെയും തീയിലിട്ടെടുക്കണം. എന്നാൽ അത് ശുദ്ധമാകും. എങ്കിലും ശുദ്ധീകരണ ചെയ്താലും അത് ശുദ്ധീകരിക്കണം. തീയിൽ നശിച്ചു പോകുന്നതെല്ലാം നിങ്ങൾ വെള്ളത്തിൽ മുക്കിയെടുക്കണം. 7-ാം ദിവസം വസ്ത്രം അലക്കി ശുദ്ധിയുള്ളവരായ ശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം. പിന്നെ യഹോവ മോശയോട് അരുളിച്ചെയ്തു, നീ പുരോഹിതനായ എലെയാസാരും സഭയിലെ ഗോത്രപ്രധാനികളും കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും തുക നോക്കി പടയ്ക്ക് പോയ യോദ്ധാക്കൾക്കും സഭയ്ക്കും ഇങ്ങനെ 2 ഓഹരിയെ കൊള്ള വിഭാഗിപ്പിൻ. യുദ്ധത്തിന് പോയ യോദ്ധാക്കളോട് മനുഷ്യരിലും മാട്, കഴുത, ആട് എന്നിവയിലും 500-ൽ 1 യഹോവയുടെ ഓഹരിയായി വാങ്ങണം. അവർക്ക് ഉള്ള പാതിയിൽ നിന്ന് അതെടുത്ത് യഹോവയ്ക്ക് ഉദർശാർപ്പണമായി പുരോഹിതനായ എലെയാസാറിന് കൊടുക്കണം. എന്നാൽ ഇസ്രായേൽ മക്കൾക്കുള്ള പാതിയിൽ നിന്ന് മനുഷ്യരിലും മാട്, കഴുത, ആട് മുതലായ സകല മൃഗത്തിലും 50-ൽ 1 എടുത്ത് യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുന്ന ലേവ്യർക്ക് കൊടുക്കണം. യഹോവ മോശയെ കൽപ്പിച്ച പോലെ മോശയും എലെയാസാറും ചെയ്തു. യോദ്ധാക്കൾ കൈവശമാക്കിയതിന് പുറമെയുള്ള കൊള്ള 6,75,000 ആടും 72,000 മാടും 61,000 കഴുതയും പുരുഷനോടുകൂടെ ശയിക്കാത്ത പെണ്ണുങ്ങൾ എല്ലാം കൂടി 32,000 പേരും ആയിരുന്നു. യുദ്ധത്തിന് പോയവരുടെ ഓഹരിക്കുള്ള പാതിയിൽ ആട് 3,37,500, ആടിൽ യഹോവയ്ക്കുള്ള ഓഹരി 675, കന്നുകാലി 36,000, അതിൽ യഹോവയ്ക്കുള്ള ഓഹരി 72, കഴുത 30,500, അതിൽ യഹോവയ്ക്കുള്ള ഓഹരി 61, ആൾ 10,000, അവരിൽ യഹോവയ്ക്കുള്ള ഓഹരി 32. യഹോവയ്ക്ക് ഉദർശാർപ്പണമായിരുന്ന ഓഹരി യഹോവ മോശയെ കൽപ്പിച്ച പോലെ മോശ പുരോഹിതനായ എലെയാസാറിന് കൊടുത്തു. മോശ പടയാളികളുടെ പക്കൽ നിന്ന് ഇസ്രായേൽ മക്കൾ വിഭാഗിച്ചു കൊടുത്ത പാതിയിൽ നിന്ന് സഭയ്ക്കുള്ള പാതി 3,37,500 ആടും 36,000 മാടും 30,500 കഴുതയും 16,000 ആളുമായിരുന്നു. ഇസ്രായേൽ മക്കളുടെ പാതിയിൽ നിന്ന് മോശ മനുഷ്യരിലും മൃഗങ്ങളിലും 50-ൽ 1 എടുത്ത് യഹോവ മോശയോട് കൽപ്പിച്ച പോലെ യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുന്ന ലേവ്യർക്ക് കൊടുത്തു. പിന്നെ സൈന്യ സഹസ്രങ്ങൾക്ക് നായകന്മാരായ സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്ന് മോശയോട്, അടിയങ്ങളുടെ കീഴിലുള്ള യോദ്ധാക്കളുടെ തുക നോക്കി ഒരുത്തരും കുറഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തരും കിട്ടിയ പൊന്നാഭരണങ്ങളായ മാല, കൈവള, മോതിരം, കുണുക്ക്, കടകം എന്നിവ യഹോവയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മോശയും പുരോഹിതനായ എലെയാസാരും വിചിത്ര പണിയുള്ള ആഭരണങ്ങളായ പൊന്ന് അവരോട് വാങ്ങി. സഹസ്രാധിപന്മാരും ശതാധിപന്മാരും യഹോവയ്ക്ക് ഉദർശാർപ്പണം ചെയ്ത പൊന്നെല്ലാം കൂടെ 16,750 ശേക്കലായിരുന്നു. യോദ്ധാക്കളി ഓരോരുത്തരും താന്താന് വേണ്ടി കൊള്ളയിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. മോശയും പുരോഹിതനായ എലെയാസാരും ശതാധിപന്മാരോടും ആ പൊന്ന് വാങ്ങിയ യഹോവയുടെ സന്നിധിയിൽ ഇസ്രായേൽ മക്കളുടെ ഓർമ്മയ്ക്കായി സമാഗമന കൂടാരത്തിൽ കൊണ്ടുപോയി.